വെൽക്കം ടു MSS ട്രാവലർ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ്. എൻ്റെ കൂടെ ഉള്ളത് അഭിലാഷാണ്. അഭിലാഷ് എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ പരുന്തുംപാറ വ്യൂ പോയിൻ്റ് എല്ലാവർക്കും പരിചയമുള്ള വ്യൂ പോയിൻ്റാണ്. പക്ഷേ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പരുന്തുംപാറയുടെ തൊട്ടടുത്തുള്ള കുറേ പ്ലേസസ് ഉണ്ട്. നമുക്ക് ചെറിയ ട്രക്കിങ്ങും വാട്ടർഫോൾസും, പിന്നെ ഇതിൻ്റെ അടുത്ത് നമ്മുടെ ഹാരിസണിൻ്റെ പഴയ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോപ്സനാണ് ഇപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ ഒരു ലയമുണ്ട്, അവിടെ പോകണം. നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ട്രൈബൽസ് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരുന്തുംപാറയുടെ അടുത്തുള്ള കുറച്ച് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ വേണ്ട നല്ല കോട മഞ്ഞ് കയറി വരുന്നുണ്ട്. കണ്ട, ശരിക്കും പറഞ്ഞാൽ മൂടി അല്ലേ അഭിലാഷേ? ഫുൾ കോടയാണ്, ഒന്നും കാണുന്നില്ല. ഇത് ശരിക്കും ടാഗോർ മലയാണ്. ടാഗോർ മല എന്നറിയപ്പെടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ശരിക്കും അവിടെ. ഇപ്പം മൂടി, അതിൻ്റെ ഡ്രോൺ വ്യൂ നമുക്ക് കാണാം. ഇപ്പം ജസ്റ്റ് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കോട കയറി വന്നത്. അതെ, പക്ഷെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ നിൽക്കുന്നത് കാണാം. നല്ല രസമാണ്, നല്ലൊരു AC ക്ലൈമറ്റാണ്. ഇതാണ് ടാഗോർ മല. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടാഗോറിൻ്റെ ഫേസ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മണ്ടയിലേക്ക് പോകാം. ഈ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോയിട്ട് അവിടെ നിന്ന് ഒരു പരുന്തിൻ്റെ വ്യൂ, ശരിക്കും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പരുന്തിൻ്റെ വ്യൂ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരുന്തിൻപാറ എന്നുള്ളൊരു പേര്. ഒരു പ്രാവശ്യം ഇവിടെ തകർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നമ്മൾക്ക് കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെയുള്ള വിഷ്വൽ കാണാം. ശരിക്കും ഇത് പെട്ടെന്നാണ് ഈ ഒരു ആംബിയൻസ് മാറുന്നത്. ഇവിടുന്ന് പെട്ടെന്ന് മഞ്ഞ് കയറി വന്ന് മൂടും. ഇവിടെ ഒരു ടോപ്പ് വ്യൂ കണ്ടോ? അതാണ് ശരിക്കും പരുന്തുംപാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇത്ര അടി താഴ്ചയുണ്ട്. ശരിക്കും നല്ല റിസ്ക് ഉള്ള ഏരിയയും കൂടാണ്. ആക്ച്വലി ഞാൻ 2 ദിവസത്തെ ഒരു ട്രാവൽ പ്ലാനാണ് ഇട്ടിരുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാനിവിടെ എത്തി. ഇവിടെ സ്റ്റേ ചെയ്തത് അവഗാമ സർവീസ്ഡ് വില്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ തൊട്ട് നിയറസ്റ്റ് ആണ്. ശരിക്കും പരുന്തുംപാറയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവരുടെ ബിൽഡിങ് കാണാൻ പറ്റും. അവിടുത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 BHK 2 വില്ലാസ് ഉണ്ട്, പിന്നെ സിംഗിൾ ബെഡ്റൂംസ് ഉണ്ട്, ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഗംഭീര പാർക്കിംഗ് സ്പേസും വ്യൂ പോയിൻറ്റും, പിന്നെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നല്ല ഫുഡാണ്, നല്ല ഹോംലി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂവും നല്ല ഗംഭീര വ്യൂ ആണ്. പിന്നെ അവരവിടെ നിന്ന് ഒരു ട്രക്കിങ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടേക്ക് ഇന്ന് പോകണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കൊക്ക പോലെ ഒരു ചെങ്കുത്തായ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ശരിക്കും കാടാണ് അതിൻ്റെ അടിയിൽ. ഇത് കണ്ടോ, ഇതുവഴി കൂടെ ഇറങ്ങി താഴേക്ക് പോകാനൊരു ചെറിയ വഴിയുണ്ട്. ശരിക്കും ഇവിടെ നമ്മുടെ ഈ ഒരു ടെൻറ്റ് നോക്കിയാൽ നമുക്ക് ഇതൊരു വീടാണ് കേട്ടോ. ശരിക്കും ഇതൊരു കുറച്ച് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്.
ഇവിടെ ഒരു 7 പേര് താമസിക്കുന്നുണ്ട്. അവർ ഈ വഴി കൂടെ ഇറങ്ങി കാട്ടിൽ പോയി തേനും നെല്ലിക്കയും നമ്മളിപ്പോൾ കൊണ്ടുവന്നത് നെല്ലിക്കയും കുന്തിരിക്കയും ഒക്കെ ശേഖരിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ശരിക്കും. ഒരു ദിവസം എടുത്താണ് നെല്ലിക്ക പറിക്കുന്നതെന്ന് പറഞ്ഞു. 2 പേരിപ്പം നെല്ലിക്ക പറിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള കാര്യം. താഴോട്ട് ഇറങ്ങാൻ നമ്മൾ നോക്കി തെന്നിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് നമ്മളെ പോലുള്ളവർക്ക് പറ്റത്തില്ല ശരിക്കും. ഇതിപ്പോൾ പരുന്തുംപാറയുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള മതിലുകളൊക്കെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ സൂപ്പറല്ലേ? ഹായ്, ഇപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മളിവിടെ ഒരു ട്രക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ്. ഇപ്പോൾ രാവിലെ അഭിലാഷുണ്ട്. ഇത് ഇവിടുത്തെ ഹോട്ടലിലെ സ്റ്റാഫാണ് വിനീത്. അപ്പോൾ വിനീതാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. പിള്ളേരൊരു അരുവികളൊക്കെ ഉണ്ട്. ആരൊക്കെ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ആദ്യം കണ്ട ആ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന വ്യൂ ആണ്. ഇപ്പം നമ്മൾ ആ ഡ്രോണിൽ കൂടെ കണ്ട ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അരുവിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു തടാകത്തിലെ അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വളരെ പ്രൈവസിയുള്ള എന്നാൽ അധികം ആഴവും അപകടവും ഒന്നും ഇല്ലാത്ത ഒരു വളരെ നാച്ചുറലായിട്ട് ഉള്ള ഒരു കുളം.
അല്ലെങ്കിൽ വെള്ളച്ചാട്ടം, അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഏത് ഹൈറ്റിലുള്ളവർക്കും കൊച്ചു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും വളരെ പ്രൈവസിയോടുകൂടിയും ഇവിടെ കുളിക്കാൻ പറ്റും. അതുതന്നെയായിരുന്നു ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും മാപ്പും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്യണം. ഹായ്, അപ്പോൾ അങ്ങനെ 2 ദിവസം നീണ്ടുന്ന പരുന്തുംപാറ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമ്മുടെ സ്റ്റേ അവഗാമ റിസോർട്ട്സ് എന്ന സർവീസ്ഡ് വില്ലാസിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉള്ള റിവ്യൂ പോയിൻറ്റ്സും അതുപോലുള്ള ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും ഷെയർ ചെയ്യാൻ ശ്രദ്ധിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.